ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ എൻ്റെ മാതാപിതാക്കളാണ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ ഒരു സുഹൃത്തുക്കളും അങ്ങനെ പല ആളുകളും എന്നെ ഒരുപാട് ഏറ്റവും നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ നിൽക്കുന്നത്. അതിനെത്ര നന്ദി പറഞ്ഞാലും നമ്മുടെ ഈ മഹാത്മായോട് അതിന്റെ കടപ്പാട് ഒരിക്കലും കഴിയില്ല. കാരണം ഞാൻ പോയി ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ അതിനെ അനുവാദം തന്ന നമ്മുടെ പ്രിയ രാജേഷ് സാർ, അതുപോലെ മറ്റു എല്ലാവർക്കും ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ വിശിഷ്ട വ്യക്തികൾ മുജീബ് റഹ്മാൻ സാർ, അതുപോലെ ബീന മാഡം, അങ്ങനെ ഒരുപാട് ആളുകളോടും പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ പുസ്തകം എഴുതി എന്നത് പ്രധാന ലക്ഷ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെടലിന്റെ പേരിൽ ഒരു മനുഷ്യർ പോലും ആത്മഹത്യയിലേക്ക് പോകാൻ പാടില്ല. കാരണം ഒരു മനുഷ്യൻ ചിന്തിക്കുന്നത് ഏതെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി ജീവിതമില്ല, ഇവിടെ അവസാനിപ്പിച്ചേക്കാമെന്നാണ്. പ്രണയത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ കുടുംബബന്ധം നഷ്ടപ്പെട്ടു പോയതിന്റെ പേരിലും പ്രവാസിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ പേരിലും ഒരുപാട് ആളുകൾ ഇന്ന് പല മാനസിക സമ്മർദ്ദത്തിന് അടിമയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ. അവർക്ക് നല്ലൊരു പ്രചോദനമാകാൻ വേണ്ടിയാണ് ഈ ഒരു പുസ്തകം ഞാൻ എഴുതിയത്. ഇത്രയും വാക്കുകൾ ഞാൻ സംസാരിക്കണമെങ്കിൽ അതെന്റെ ജീവിതാനുഭവങ്ങളിലൂടെ എന്നെ കൊണ്ട് എത്തിച്ചതാണ്. ഇനി ഒരു മനുഷ്യൻ പോലും ഈ ലോകത്ത് ഒറ്റപ്പെടൽ അനുഭവിക്കരുത്. അച്ഛനമ്മമാരുടെ മുന്നിൽ വെച്ച് ഇത് പ്രകാശനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷമാണ്. തീർച്ചയായിട്ടും എന്റെ ഈ പുസ്തകം നിങ്ങൾ എല്ലാവരും വായിക്കണം. എനിക്ക് ഒരാൾക്ക് ഒന്നിനും കഴിയില്ല. ആ സാഹചര്യം എങ്ങനെ മറികടക്കാമെന്ന് എന്റെ പുസ്തകത്തിലൂടെ, എന്റെ അനുഭവത്തിലൂടെയാണ് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. കാരണം എന്റെ മാതാപിതാക്കളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ സുഹൃത്തുക്കളും. പിന്നെ ഇന്ന് എനിക്കിവിടെ കിട്ടിയ ഒരു അംഗീകാരം എന്റെ ജീവിതത്തിൽ എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് തീർച്ചയായിട്ടും എന്റെ മാതാപിതാക്കൾ തന്നെയാണ്. എനിക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ, എനിക്ക് സാമ്പത്തികമായിട്ടൊരു പ്രശ്നം വരുമ്പോൾ ഞാൻ അവർക്ക് നൽകുന്ന ആ പൈസ തന്നെ അവര് മാറ്റി വെച്ചിട്ട് തീർച്ചയായിട്ടും മുജീബ് സാറ് പറഞ്ഞ പോലെ എനിക്ക് തരും. അതാണ് എല്ലാവരും ചിന്തിക്കേണ്ടത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു, പക്ഷേ എനിക്ക് എന്താണ് പറയണം എന്ന് അറിയത്തില്ല. കാരണം ഞാൻ സന്തോഷം കൊണ്ട് എന്താണ് പറയുക എന്ന് എനിക്കറിയത്തില്ല. കാരണം ഒരിക്കലും ഞാൻ ഇതുവരെ ഒരു വേദിയിൽ കയറി ഇതുപോലെ ഒരു സ്റ്റേജിന് മുന്നിൽ ഇരുന്നിട്ടില്ല.